വട്ടം കൂടിയെന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. ഒരു വട്ടം കൂടിയെന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാനെല്ലി മരമൊന്നുലുത്തുവാൻ മോഹം. മരമൊന്നുലുത്തുവാൻ മോഹം. അടരുന്ന കായ്മണികൾ പൊഴിയുമ്പോൾ ചെന്നെടുത്തു അതിലൊന്നു തിന്നുവാൻ മോഹം. സുഖമേഴും കയ്പും പുളിപ്പും മധുരവും നുകരുവാനിപ്പോഴും മോഹം. തൊടിയിലെ കിണർ വെള്ളം കോരി കുടിച്ചെന്ത് മധുരമെന്നോതുവാൻ മോഹം. എന്ത് മധുരമെന്നോതുവാൻ മോഹം. ഒരു വട്ടം കൂടിയ പുഴയുടെ തീരത്ത് വെറുതെ ഇരിക്കുവാൻ മോഹം. ഒരു വട്ടം കൂടിയ പുഴയുടെ തീരത്ത് വെറുതെ ഇരിക്കുവാൻ മോഹം. വെറുതെ ഇരുന്നൊരു കുയിലിന്റെ പാട്ടു കേട്ടെതിർ പാട്ടു പാടുവാൻ മോഹം. സുദിശ 32
പ്രിയമുള്ളവരെ, ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായ ഒരു സുദിനം 83-90 ബാച്ചിൽ ഞങ്ങളെ പഠിപ്പിച്ച അധ്യാപകരിൽ അവസാനത്തെ കണ്ണിയെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു വ്യക്തി അധ്യയന ജീവിതം വളരെ ഭംഗിയായി അവസാനിപ്പിക്കുകയാണ്. ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്നതിന് ഞാൻ ആദ്യമായി എൻ്റെ സന്തോഷം അറിയിക്കുകയാണ്. കാരണം ഞാനൊരു 16 വർഷമായിട്ട് കല്ലുപറമ്പ് സ്കൂളിലെ മാനേജർ സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം ഇങ്ങനെ ഒരു അവസരം ആദ്യമായിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. ഈ സ്കൂളിൽ നിന്ന് പോയിട്ട് 29 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇത്തരത്തിലുള്ള ക്ലാസ് റൂമിലെ ഓർമ്മകൾ പങ്കുവെക്കാൻ ടീച്ചർ ഞങ്ങളെ കണക്ക് പഠിപ്പിക്കാനും കൃതിയങ്ങളിൽ വന്ന് ചോദ്യം ചോദിക്കാനും ഞങ്ങൾ എഴുതാനും ആ ടീച്ചറുടെ പഴയ ഓർമ്മകൾ, ടീച്ചറുടെ ആത്മാർത്ഥത ഞങ്ങൾ ഇപ്പോഴും ഓർമ്മിക്കുകയാണ്. അപ്പോൾ ഈ ഉപഹാര സമർപ്പണം നടത്തുന്നതിന് വേണ്ടിയിട്ട് ടീച്ചറെയും ഉപഹാരം നൽകുന്നതിന് വേണ്ടിയിട്ട് സുധി ശങ്കറിനെയും ബിനിയെയും സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. എവിടെ ചെന്നാലും അല്ലെങ്കിൽ ഏത് നമ്മൾ സ്കൂളിൽ ചെന്നാലും കടലിപ്പറമ്പ് സ്കൂൾ ഞങ്ങളൊരു വികാരമാണ്. കടലിപ്പറമ്പ് സ്കൂൾ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് എന്തോ ഒരു പ്രത്യേക ഒരു സ്കൂളിനോട് കിട്ടും. അതിൽ ഞങ്ങളെ പഠിപ്പിച്ച അവസാന ടീച്ചർ ഇന്ന് സ്കൂളിനോട് വിട പറയും. വൃന്ദ ടീച്ചർ, നന്ദിനി ടീച്ചർ, ബാക്കി എല്ലാ ടീച്ചർമാരും ഉണ്ട്. എന്തായാലും ആ കണ്ണിലെ ലാസ്റ്റ് വിജയലക്ഷ്മി ടീച്ചർ സ്കൂളിനോട് വിട പറയാണ്. ടീച്ചറെ, എന്തായാലും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് പഠിക്കുന്ന കാലത്തൊക്കെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഞങ്ങൾ അധ്യാപകർക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും അവാർഡാണത്. 83-90 കാലഘട്ടത്തിലെ വിദ്യാർത്ഥികൾ അവരുടെ പ്രിയങ്കരിയായ ടീച്ചറെ ആദരിക്കുമ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് മാറാൻ കഴിയുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമായിട്ട് ചെറിയൊരു അസൂയയോടും കുശുമ്പോടും കൂടി തന്നെയാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. കാരണം ഈ വെത്തിലപ്പച്ച ടീമിന്റെ പോലെ തന്നെ ആ ഒരു വർഷം തന്നെയാണ് 83-90 തന്നെയാണ് എൻ്റെയും UP സ്കൂൾ കാലഘട്ടം. ഒരു അസൂയയിലാണ് ഞാനും ഈ പരിപാടിയെ നോക്കിക്കാണുന്നത്. കാരണം ഇങ്ങനെ ഒരു റിട്ടയർ ചെയ്യാൻ പറ്റുമോ ജീവിതത്തിൽ എന്നൊരു കൊതി കൊണ്ടാണ്. വാസ്തവത്തിൽ ഞാൻ കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ യൂണിയനുമായി ബന്ധപ്പെട്ട് സ്കൂൾ സമ്പർക്ക പരിപാടി നടത്തേണ്ടായി. കൊടുങ്ങല്ലൂർ ഉപജില്ലയിലെ ഒട്ടുമിക്ക വിദ്യാലയങ്ങളിലും പോയി. അവിടെ ചെന്നപ്പോ എല്ലാ സ്റ്റാഫിനെയും മിക്ക സ്കൂളും സ്റ്റാഫിനെ കണ്ടപ്പോ എന്നെ കണ്ടപ്പോൾ ചോദിച്ചത് വിജയലക്ഷ്മി ടീച്ചറിന്റെ യാത്രയെ കുറിച്ചാണ്. കാരണം വാട്സപ്പിൽ അത്രയ്ക്ക് പ്രചരണമായിരുന്നു നമ്മുടെ ഈ വെത്തിലപ്പച്ച ടീമിന്റെ പ്രവർത്തനം. ഉണ്ണികൃഷ്ണന്റെ പ്രവർത്തന മികവിന്റെ ഭാഗമായി LIC MRDT അമേരിക്കയിലേക്ക് അദ്ദേഹത്തിന് ഒരു സന്ദർശനം നടത്തുന്നതിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഈ സുലഭ നിമിഷത്തില് അദ്ദേഹത്തിന് വെത്തിലപ്പച്ച ടീമിന്റെ ഒരു സ്നേഹോപഹാരം നമ്മൾ പ്രിയങ്കരിയായ വിജയലക്ഷ്മി ടീച്ചറെ നൽകുകയാണ്. അതിനുവേണ്ടി ഇപ്പോൾ കപ്പലിൽ കൊടുക്കുന്ന ഉണ്ണികൃഷ്ണനെ എത്രയും പെട്ടെന്ന് വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ആദ്യമായി അവരോട് ഞാൻ നന്ദി പറയുന്നു. പഠിച്ചുപോയ ഈ വെത്തിലപ്പച്ചയിലുള്ള എല്ലാ മക്കളെയും ടീച്ചറെ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കാണാറുള്ള മക്കളാണ്. വിജയലക്ഷ്മി ടീച്ചറെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനും വിജയലക്ഷ്മി ടീച്ചർ ഒന്നിച്ച് ഒരു ദിവസമാണ് വന്നത്. പിന്നെ ഒന്നിച്ച് ഒരു പായയിൽ കിടന്നുറങ്ങി ഒന്നിച്ച് കിടന്നുറങ്ങാനുള്ള സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതുമായിട്ടുള്ള ഒരു യാത്രയപ്പാണ് എനിക്ക് വെത്തിലപ്പച്ച ടീം അംഗങ്ങൾ നൽകിയിട്ടുള്ളത്. ഇതെൻ്റെ ഓർമ്മയിൽ എന്നെന്നും നിലനിൽക്കുന്നതുമാണ്.
ഇത്രയും നല്ല ഒരു യാത്രയയപ്പും അതുപോലെ നിങ്ങളുടെ സ്നേഹോപഹാരങ്ങളും തന്ന് എന്നെ വളരെ സമ്പുഷ്ടമാക്കുകയാണ് ചെയ്തത്. നിങ്ങളുടെ ഓരോ നല്ല വാക്കും എല്ലാത്തിനും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അപ്പോൾ ഇവിടെ പങ്കെടുത്ത എല്ലാവരോടും ഞാൻ ടീമിൻ്റെ പേരിലും എൻ്റെ പേരിലും